ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ വീട്ടിലേക്കെല്ലാം ഇടക്കിടക്ക് വിരുന്നുകാരി വരാറില്ലേ? അതുപോലെ തന്നെ ഈ കഥയിലെ നായകനായിട്ടുള്ള ഋഷിയുടെ വീട്ടിലേക്കും ഒരു വിരുന്നുകാരൻ ഒരു ദിവസം വരികയാണ്. ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഋഷി, ഭാര്യയായിട്ടുള്ള ജ്യോതി, മകളായിട്ടുള്ള ജാനകി, മകനായിട്ടുള്ള അപ്പു, ഇന്നേ വരെ അവർ എക്സ്പീരിയൻസ് ചെയ്യാത്ത മറ്റൊരു കാര്യം, ഹൊറിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ വെച്ച് എക്സ്പീരിയൻസ് ചെയ്യാണ്. എന്തായിരിക്കും അത്? ആ വന്ന വിരുന്നുകാരൻ ആരാണ്? ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കഥയിലൂടെ തന്നെ കേട്ട് മനസ്സിലാക്കാം. അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവല്ലേ. കഥയുടെ ഈ മായ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ തന്നെ രണ്ട് കാലുകൾ കാണിക്കുകയാണ്. അയാൾ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കാട്ടിൽ നിന്നും ഒരു ചത്ത എലിയുടെ ആ ശവശരീരം ഇയാൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ ഓർത്തിരിക്കണം കേട്ടോ. ഈ വന്ന രണ്ട് കാലുകൾ അവിടുന്ന് എടുത്ത ആ ഒരു ചത്ത എലി. ഇതിനുശേഷം ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ്, അതായത് ഷെയ്ത്താൻ എഴുതി കാണിക്കുമ്പോൾ ആഭിചാരം, മന്ത്രവാദം, ദുർമന്ത്രവാദം, കൂടോത്രം, ഇതെല്ലാമായി ബന്ധപ്പെട്ട പാവകള്, പാവയിൽ ആണി കുത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോന്നാണ് കാണിക്കുന്നത്. ഇവിടെ സീൻ കട്ടെ നമ്മുടെ കഥയിലെ മെയിൻ കഥാപാത്രമായിട്ടുള്ള ഋഷിയും അതുപോലെ തന്നെ മകനായിട്ടുള്ള അപ്പുവിനെയും കാണിക്കുകയാണ്. രണ്ടുപേരും കാറിലിരിക്കുകയാണ്. ഇവരിപ്പോ കാത്തിരിക്കുന്നത് ഋഷിയുടെ മകളായിട്ടുള്ള ജാനകിക്ക് വേണ്ടിയിട്ടാണ്. ജാനകി ആണെങ്കിൽ ഒരു ഫ്രണ്ട് തോന്നുന്നു, ആൺകുട്ടിയാണ്, അവനൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരുത്തിന്റെ കൂടെ ബൈക്കിൽ പോകാൻ നിൽക്കുമ്പോൾ ഋഷി കണ്ടിന്യൂസ് ആയിട്ട് ഓൺ അടിക്കുകയാണ്. ഡാ നീ പോയിക്കോ, അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ജാനകി നേരെ വണ്ടിയിൽ വന്ന് കയറുകയാണ്. ഇപ്പൊ ഋഷി ചോദിക്കുന്നുണ്ട്, ഏതാടി ആ ഒരു പയ്യന്മാര്? അത് പിന്നെ എന്റെ ബോയ് ഫ്രണ്ട്സ് അച്ഛ. വളരെ കൂളായിട്ട് തന്നെ പറയാണ്. പിന്നെ ഒരു ലഡാക്ക് ട്രിപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏത് ട്രിപ്പ്? എന്റെ പൊന്നച്ഛ വെറുതെ അഭിനയിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നുള്ളൂ, എനിക്ക് പോകണമെന്ന് പറയണം. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടാകും? ആ രണ്ട് പയ്യന്മാരുണ്ടാകുമോ? അവരുടെ ആ ഒരു നമ്പർ പ്ലേറ്റിന്റെ നമ്പർ അടക്കം പറഞ്ഞു കൊടുക്കണം. അതായത് ഈ ഋഷിക്ക് ഒരു കാര്യം കണ്ട പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിൽക്കട്ടോ. പിന്നെ മകളോട് ഭയങ്കര ഫ്രീ ആണ്, അവൾ ഈ സംസാരിക്കുന്നതൊക്കെ ആ ഒരു ഫ്രീഡത്തിന്റെ പുറത്താണ്. ഇതിനുശേഷം ഇവർ മൂന്നുപേരും, ഋഷി അതുപോലെ തന്നെ ജാനകി, അപ്പ്, മൂന്നുപേരും കൂടെ വീട്ടിലേക്ക് വരികയാണ്. ഋഷിയുടെ ഭാര്യ, അതായത് ഈ പിള്ളേരുടെ അമ്മ ജ്യോതി, നമ്മുടെ തമിഴ്നാട്ടിയായിട്ടുള്ള ജ്യോതിക തന്നെയാണ്. ജ്യോതിക്ക് ലഡാക്കിലേക്ക് നമ്മുടെ പെണ്ണ് ജാനകി ഇങ്ങനെ പോകുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഒരു കാര്യം പറയുന്നുണ്ട്, എല്ലാ ഫ്രണ്ട്സിന്റെയും നമ്പറും വേണം, നിന്റെ ഫോണിന്റെ ലൈവ് ലൊക്കേഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. പിന്നെ അന്നത്തെ പോലെ പാസ്വേഡ് മറന്നുപോയി അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോ മുട്ടന്യായങ്ങൾ പറഞ്ഞ് വരാൻ നിൽക്കണ്ടെന്ന് പറയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയിൽ ഇവർ നാലുപേരും ഇവരുടേതായ ഓരോ സാധനങ്ങൾ പാക്ക് ചെയ്യാണ്. അതായത് ഇവരെങ്ങോട്ടോ പോകാൻ നിൽക്കുകയാണ്. അതായത് ഇവരുടെ ഫാം ഹൗസിലേക്ക് ഒരു വെക്കേഷൻ പോലെ. എന്തായാലും കാർ കയറിയിട്ട് ഇവരങ്ങനെ പോകാൻ കേട്ടോ. ആ ഒരു ഫാമിലിയെ കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫാമിലിയാണ്. അപ്പൊ പോകുന്ന വഴിയിൽ ഈ അപ്പുവിന് ഒന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിൽ നിർത്തുകയാണ്. ഇതിനുശേഷം ഈ ഋഷി അതുപോലെ തന്നെ അപ്പു ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമയിലെ മറ്റൊരു കഥാപാത്രത്തെ കാണിക്കുകയാണ്. തമിഴ്നാട്ടിനായിട്ടുള്ള മാധവനാണ്. ആ ബാത്റൂമിൽ വെച്ച് മാധവൻ ഇപ്പോൾ തന്റെ മകളോട് സംസാരിക്കുകയാണ്. എടി, നീ എന്റെ അമ്മയൊന്നും അല്ലല്ലോ, എന്റെ മോളല്ലേ? ശരി ശരി, നീ പറയുന്നത് ഞാൻ കേട്ടോളാം. രാവിലെ വെറും വയറ്റിൽ ഞാൻ ചായ കുടിക്കില്ല, ഉറപ്പ് തരുന്നു. എനിക്ക് അസിഡിറ്റിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ മകളോട് മാധവൻ ഈ രീതിയിൽ സംസാരിക്കുന്നത് ഋഷി കേൾക്കുന്നുണ്ട് കേട്ടോ. ഇവനും ഒന്ന് ചിരിച്ചുകൊണ്ട് നേരെ മകളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ ഇവർ ഓർഡർ ചെയ്തിട്ട് ഒരു ചപ്പാത്തി കിട്ടിയിട്ടുണ്ട്. ഈ ചപ്പാത്തിയിലാണെങ്കിൽ നിറച്ച എണ്ണയാണ്. അത് കാണുമ്പോൾ തന്നെ ഈ ജാനകിക്ക് അറപ്പാവുന്നുണ്ട് കേട്ടോ. അവളിത് വേണ്ടെന്ന് പറയണം. പിന്നെ ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന വെയിറ്ററോട് ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പോയിട്ട് അവിടെ കാശ് പേ ചെയ്യേ, എന്നിട്ടേ ചായ തരുള്ളൂ എന്ന് പറയാണ്. അതായത് ഒരു മാനേഴ്സ് ഇല്ലാത്ത ആൾക്കാർ. അങ്ങനെ ഒരു 500 രൂപ എടുത്തിട്ട് ക്യാഷിൽ പോയിട്ട് 3 ചായയുടെ ബില്ല് വേണമെന്ന് പറയുമ്പോൾ 500 രൂപയും വെച്ചിട്ട് ഈ ചായയുടെ ബില്ലൊന്നും തരാൻ പറ്റില്ല, നിങ്ങളുടെ കയ്യിൽ ചില്ലറ ഉണ്ടെങ്കിൽ താ, അല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറയാണ്. എന്തോന്ന് ഹോട്ടലാണിത്, ഇറങ്ങി പോവുക വേണ്ടത്. ഇപ്പൊ ഋഷി നേരെ വന്നിട്ട് ആ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ ഈ മാധവനുണ്ടല്ലോ, നേരത്തെ കണ്ടില്ലേ, ഇവനൊരു 2 ചായ മേടിച്ചിട്ട് ഇവരുടെ ആ ഒരു ടേബിളിൽ വെച്ച് കൊടുക്കണം. ഇതെന്താന്ന് ഋഷി ചോദിച്ചപ്പോൾ ഒന്നുമില്ല, എന്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നു, വെറും 10 രൂപേന്റെ ഒരു കാര്യമല്ലേ, നിങ്ങൾ കുടിച്ചു എന്ന് പറയണേ. ഇപ്പൊ ഋഷി പറയണേ, ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇതേ സമയത്തിന് മാധവൻ പറയണേ, അതൊന്നും പ്രശ്നമില്ലാന്നേ, ഇതൊക്കെ ചെറിയൊരു ഹെൽപ്പ് അല്ലേ. എന്തായാലും ഋഷി പറയണം, എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങളും കൂടി ഈ ഒരു ടേബിളിൽ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാന്ന് പറയണം. അങ്ങനെ ഈ ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ ഋഷി മാധവനോട് നിങ്ങളുടെ മകൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ 10ാം ക്ലാസ്സിലാണ്. അതുപോലെ തന്നെ ഋഷിയുടെ മകളായിട്ടുള്ള ജാനകി, അവളിപ്പോൾ +2-ലാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ ഋഷിക്ക് ഒരു കോള് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു ടേബിളിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ ജാനകി വേണ്ടാന്ന് പറഞ്ഞ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, അത് ഞാൻ കഴിച്ചോളാന്ന് ഇപ്പോ ഈ മാധവൻ പറയാണ്. പകരം എന്റെ കയ്യിലൊരു ലഡു ഉണ്ട്, ഞാൻ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്, അത് നിങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പൊ ജാനകിയും അതുപോലെ തന്നെ അപ്പം കൂടി ഇതിനു വേണ്ടി തല്ലുവിടുകയാണ്. അവസാനം ജാനകിക്ക് ആ ഒരു ലഡു കിട്ടി. അവൾ അപ്പൊ തന്നെ അത് കഴിക്കുകയാണ്. കഴിച്ച ഉടനെ തന്നെ അവൾക്ക് എന്തോ ഒരു തലകറക്കം പോലെ. ഇതേ സമയത്തിന് ഫോൺ വിളി കഴിഞ്ഞ് ഋഷി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നമ്മുടെ ഫാം ഹൗസിലെ ഒരു വേലക്കാരനുണ്ടല്ലോ, അവനൊരു അപകടം പറ്റിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് പണി മുഴുവൻ ഞാൻ തന്നെ എടുക്കണല്ലോ. ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഈ മാധവൻ ഉണ്ടല്ലോ ജാനകിയെ നോക്കിയിട്ട് ഈ ചപ്പാത്തി നീ തന്നെ കഴിച്ചോ എന്ന് പറയാണ്. ഇപ്പൊ ജാനകി ആ പറഞ്ഞത് അതുപോലെ അനുസരിക്കുകയാണ്. ഇത്രയും ഓയിലായിട്ടുള്ള ഒരു ചപ്പാത്തി അവൾ അങ്ങനെ കഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഋഷി തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും ഓയിലായിട്ടുള്ള ഒരു ഫുഡ് അവൾ കഴിക്കേ, ഇതെന്തെങ്ങനെ? ഇതിന്റെ ഇടയിൽ മാധവൻ അവന്റെ ആ ഒരു ഫോണിലെ ലോക്ക് പാറ്റേൺ ഉണ്ടല്ലോ അത് തുറക്കുകയാണ്. എന്നിട്ട് അവന്റെ മകളുടെ ആ ഒരു ഫോട്ടോ ഒക്കെ ഋഷിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഋഷി വെറുതെ ആ ഒരു ഫോണിലേക്ക് നോക്കിയപ്പോൾ അവൻ വരച്ച ആ ഒരു പാറ്റേൺ കാണുന്നുണ്ട്. മാത്രമല്ല ആ ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് തന്നെ ഋഷിയുടെ മൈൻഡിൽ പതിയാണ്. കാരണം ഭയങ്കര ഒരു ഓർമ്മശക്തിയാണ്. ചാറ്റേഡ് അക്കൗണ്ട് ആണ്, ഒരുപാട് പേരുടെ ബിസിനസിന്റെ ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ്. നല്ല തലയുള്ള ആളാണ് ഋഷി. അതുകൊണ്ടാണ് ഇത്രയും ആ ഒരു ഓർമ്മശക്തി ഉള്ളത്. അതുപോലെ ഇപ്പൊ ജാനകിയെ നോക്കുകയാണെങ്കിൽ ആ ഒരു ചപ്പാത്തി മുഴുവൻ അവൾ കഴിച്ചു കഴിഞ്ഞു. ഇനി വെള്ളം കുടിച്ചോ എന്ന് ഈ മാധവൻ പറയുമ്പോൾ അവൾ അതുപോലെ തന്നെ
തന്നെ ചെയ്യാണ് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ധൃതി. ഞാൻ കാറിൽ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം കാറിൽ പോയിരിക്കുകയാണ്. ഫോൺ വരെ എടുക്കാൻ മറന്നുപോയി. അതുപോലെ തന്നെ ജ്യോതിയും ആ ഒരു കാറിൽ പോയിട്ടിരിക്കുകയാണ്. എന്തോ കാര്യമായിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ഋഷിയും അപ്പവും കൂടെ ബേക്കറിയിൽ പോയിട്ട് എന്തോ ബിസ്ക്കറ്റോ കാര്യങ്ങളോ മേടിക്കാൻ നിൽക്കുകയാണ്. ഇതേ സമയത്തിന് മാധവൻ ഇപ്പൊ ജാനകി ഇരിക്കുന്ന ആ ഒരു സീറ്റിന്റെ അടുത്തേക്ക് വന്നിട്ട് ഗ്ലാസ്സിൽ തട്ടുകയാണ്. ചില്ല് താത്താൻ വേണ്ടി പറയണം. അവള് താത്തി. അതുപോലെ തന്നെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഫാം ഹൗസിൽ എത്തിയ പാട് തന്നെ ഇത് കഴിക്കണമെന്ന് പറയണം. അവള് ചിരിച്ചുകൊണ്ട് തലയാട്ടാണ്. ഒന്ന് ചിരിച്ചേന്ന് പറയുമ്പോൾ ഒന്നുകൂടെ അവൾ ചിരിക്കുകയാണ്. എന്താണോ ഈ മാധവൻ പറയുന്നത് അത് അതുപോലെ അവൾ അനുസരിക്കുകയാണ്. ഇതിനുശേഷം ഇവരെല്ലാവരും ആ ഒരു ഫാം ഹൗസിലേക്ക് എത്തുന്നുണ്ട്. എത്തിയ പാട് തന്നെ നമ്മുടെ ചെറുക്കൻ അപ്പു അവന്റെ കയ്യിലൊരു മീൻ ഉണ്ടായിരുന്നു. ആ മീനുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിന്റെ അടുത്തേക്ക് ഓടുകയാണ്. അതുപോലെ ഇപ്പൊ ജാനകിയോട് വേഗം കാറിന്ന് ഇറങ്ങാൻ വേണ്ടി ഇപ്പൊ ജ്യോതി പറയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ജാനകി മാധവൻ എന്താണോ പറഞ്ഞത് അവിടെ എത്തിയ പാട് ഫാം ഹൗസിൽ എത്തിയ പാട് ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കണമെന്നല്ലേ, അവൾ എത്തിയ പാട് തന്നെ കാറിൽ നിന്നും ആ ഒരു ബിസ്ക്കറ്റ് മുഴുവനായിട്ട് തിന്ന് തീർത്തതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ പിന്നീട് 4 പേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ ഋഷിയാണെങ്കിൽ 3 പേരെയും വെള്ളത്തിലേക്ക് വലിച്ചിടുകയാണ്. കുറച്ചു നേരം വെള്ളത്തിൽ അങ്ങനെ കളിക്കുന്നുണ്ട്. ഈ സമയത്താണ് ജ്യോതി നോക്കുന്നത്. അവളുടെ ഫോണും ആ ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ജ്യോതി ഫോൺ എടുത്തുകൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോകണം. എന്നിട്ട് അരിയുള്ള ആ ഒരു ഡബ്ബയുണ്ടല്ലോ, ഇതിൽ ആ ഒരു ഫോൺ എന്താ പറയാ മുക്കി വെക്കുകയാണ്. ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത് എന്തിനങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു വെള്ളം പെട്ടെന്ന് ആ ഒരു അരി വലിച്ചെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ഇത് വർക്കാവില്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനും ചെയ്തിട്ടുണ്ട്. എന്തായാലും പിന്നീട് ഈ ജ്യോതി തലയെല്ലാം ഒന്നും തോർത്തിയിട്ട് താഴെ ആ ഒരു ഗേറ്റിനെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഇവർ കണ്ട ആ ഒരു മാധവനുണ്ടല്ലോ, അവനെ വീണ്ടും കാണുകയാണ്. ഇവന് ജ്യോതിയെ നോക്കിയിട്ട് ഹായ് പറയുന്നുണ്ട്, എന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ ജ്യോതിക്ക് എന്തുപോലെ ആവുകയാണ്, ഇതെന്ത് ഇവൻ ഇങ്ങോട്ടേക്ക് വന്നിന്. ഈ കാര്യം ഇപ്പോൾ ഋഷിയോട് പറയാണ്. അങ്ങനെ ഋഷിയും അതുപോലെ തന്നെ ജ്യോതിയും കൂടെ താഴേക്ക് വന്ന് നോക്കുമ്പോൾ വാതിലും തുറന്ന് ഇവൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാ ചോദിച്ചപ്പോൾ നമ്മുടെ ജാനകിയാണ് വാതിൽ പോയിട്ട് തുറന്നു കൊടുത്തത്. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ ചോദിച്ചപ്പോൾ ഇയാളുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞു, ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചാർജ് എല്ലാം ഇപ്പൊ ഈ ഋഷി എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൻ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിൽ അതിനുള്ള ഒരു സംവിധാനം ഒരു ടെലിഫോണൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു നനഞ്ഞ വസ്ത്രത്തോട് കൂടിയിട്ട് ജാനകി അവിടെ തന്നെ നിൽക്കണം കേട്ടോ. അപ്പൊ ഈ ഋഷി പോകുന്ന വഴിക്ക് അവളുടെ ഷോൾഡറിൽ ഒന്ന് തട്ടിയിട്ട് പോയി മാറ്റിയിട്ട് വാന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൾ അതൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ഈ ഒരു മാധവൻ പറയാണ് പോയി മാറ്റിയിട്ട് വേഗം വാന്ന്. അവൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഓടിച്ചില്ലാണ് ഡ്രസ്സ് മാറാനായിട്ട്. ഇതിന്റെ ഇടയിൽ ഋഷി അവനൊരു ചായ ഇട്ട് കൊടുത്തേക്കെന്ന് ജ്യോതിക്ക് പറയാണ്. അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതിന്റെ ഇടയിൽ മാധവൻ പറയാണ് ചായ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് തേനോട് ഒഴിക്കണം കേട്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ജ്യോതിക്ക് ഇതന്നെ ഇഷ്ടമാകുന്നില്ല. അതിന്റെ പുറമെ ഇവൻ പറഞ്ഞതുപോലെ ആ ഒരു ചായ ഉണ്ടാക്കി കൊടുക്കാണ്. എന്നിട്ട് വലിയ ആളെ പോലെ അവന്റെ വീട് പോലെ ആ ഒരു സോഫയിലിരുന്ന് കാല് നേരെ ടീപ്പോയുടെ മുകളിലേക്ക് കയറ്റി വെച്ച് ചായ അങ്ങനെ കുടിക്കുകയാണ്. ഇപ്പൊ ജ്യോതിക്ക് ഇതെന്തോ വല്ലാത്തൊരു ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. ഋഷിയോട് കാര്യങ്ങൾ പറയുന്നത്, ഇതെന്താ ഇയാൾ ഇങ്ങനെ, നമ്മുടെ ഈ ഫാം ഹൗസിനെ കുറിച്ച് ഇയാൾക്ക് എങ്ങനെ അറിയുന്നത്? ഇപ്പൊ ഋഷി പറയാണ് ഒരു 15 മിനിറ്റ് അല്ലേ ചാർജും ചെയ്ത് അവൻ പോയിക്കോളും. അതുപോലെ തന്നെ ആ ഒരു കാശും കാര്യങ്ങളൊക്കെ നീ ആ ഒരു അലമാരയിൽ വെച്ച് പൊട്ടിക്കുമെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ മുകളിൽ പോയിട്ട് വസ്ത്രം മാറി വന്ന നമ്മുടെ ജാനകി അതേ സോഫയിൽ തന്നെ പോയിരിക്കുകയാണ്. എന്നിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഈ മാധവനോട് സംസാരിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവളുടെ ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇവർ പോകുന്ന ആ ഒരു ലഡാക്ക് ട്രിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ഈ മാധവൻ. എന്നിട്ട് മാധവൻ പറയാണ് നിനക്കിനി ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ലഡാക്ക് ട്രിപ്പിലേക്ക് നീ പോകാനും പോകുന്നില്ല. പകരം നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരികയാണ്. അതിന് നിനക്ക് സമ്മതമല്ലേ? ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോൾ ജാനകിക്ക് സമ്മതമാണെന്ന് പെട്ടെന്ന് പറയാൻ കഴിയുന്നില്ല. പറ സമ്മതമല്ലേ, സമ്മതമല്ലേ? ഒരു സൈക്കോയെ പോലെ ചോദിക്കുകയാണ്. ഇപ്പൊ ജാനകി അവസാനം സമ്മതമാണ് എന്നിങ്ങനെ പറയാൻ വരികയാണ്. അതായത് അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ ഇതിങ്ങനെ പറയാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെ അപ്പൊ ഒരു ബോൾ എടുത്ത് അവൾ എറിയാണ്. അവളുടെ ആ ഒരു ശ്രദ്ധ മാറി. ഇത് കണ്ടപ്പോൾ മാധവന് വല്ലാതെ ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയാണ് നീ ഒരു കാര്യം ചെയ്യും, അവന്റെ കൂടെ പോയി കളിക്ക്. ഇനി ഒരിക്കലും കളിക്കാനായിട്ട് അവൻ നിന്നെ കൂടെ വിളിക്കരുത് എന്ന് പറയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി നേരെ അപ്പുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഊഞ്ഞാലാടാന്ന് പറയാണ്. അവൻ ആ ഊഞ്ഞാലിരുത്താണ്. അതിന്റെ മുകളിലേക്ക് ജാനകി കയറി നിൽക്കുകയാണ്. എന്നിട്ട് ഒരാട്ടലുണ്ട്. ആ ആട്ടത്തിൽ അപ്പുവിന്റെ കിഡ്നി വരെ കലങ്ങിപ്പോയി. ഇവന്റെ കരച്ചിൽ കേട്ട് ഋഷി അതുപോലെ തന്നെ ജ്യോതി ഓടി വന്നു നോക്കുമ്പോൾ ജാനകി ശക്തമായ സ്പീഡിൽ ഇതിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നിർത്താൻ പറയുന്നുണ്ട്. അവളുണ്ടോ നിർത്തുന്നത്? എന്നാൽ അപ്പുറത്തുനിന്ന് മാധവൻ മതി മോളെ എന്ന് പറയുമ്പോൾ അവൾ നിർത്താണ്. എന്ന് ഈ കാര്യമൊന്നും ഋഷിയും ജ്യോതിയും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. പിന്നെ അധികം വൈകിയില്ല, ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ ഇവർക്കെല്ലാം ഒരു വല്ലാത്ത പേടി ഉള്ളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ ആരാണ്? ഇയാൾ എന്തിനെങ്ങോട്ടേക്ക് വന്നേ? ഇപ്പൊ മാധവനും അങ്ങോട്ടേക്ക് വന്നിട്ട് ഋഷിയോടും ജ്യോതിയോടും പറയാണ് നിങ്ങൾ മക്കളെ വളർത്തുന്ന ആ ഒരു രീതി അത് ശരിയല്ല. അത് ചോദിക്കാൻ നിങ്ങൾ ആരാണെന്ന് ജ്യോതി പറയണം. ഇതേ സമയത്തിന് ഋഷി നമ്മുടെ അപ്പുവിനോട് മുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി പറയണം. ഇതേ സമയത്തിന് മാധവൻ പറയാണ് അല്ല നിങ്ങളുടെ മോള് കുറച്ച് ആൺകുട്ടികളുമായിട്ട് ലഡാക്കിലേക്കൊക്കെ പോകാൻ നിൽക്കല്ലേ, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ? അയ്യേ വളരെയധികം മോശം. ഇപ്പൊ ജ്യോതി പറയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാണ്? അതുപോലെ തന്നെ ജാനകി നോക്കിയിട്ട് പറയാണ് മോളെ നീ എന്തിനാണ് ഇയാളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇപ്പൊ ജാനകി പറയാണ് എനിക്കറിയില്ല അമ്മേ, ഇയാൾ ചോദിക്കുമ്പോൾ അറിയാതെ ഞാൻ ഓരോന്നും പറഞ്ഞു പോവാണ്. ഇപ്പൊ ഈ ഒരു മാധവൻ പറയാണ് അതങ്ങനെയാണ്, ഞാൻ പറയുന്നതേ അവള് കേൾക്കുള്ളൂ, ഒരു ഡെമോ കാണിച്ചു തരണോ? ജാനകി നീ നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിക്ക്, ലഡാക്കിലേക്ക് ഇല്ലാന്ന് പറ, ബ്രേക്കപ്പ് ആന്ന് പറയാണ്. ഇപ്പൊ കരഞ്ഞോണ്ട് തന്നെ ജാനകി അവളുടെ ആ ഒരു ഫോൺ എടുക്കാണ്, ബോയ് ഫ്രണ്ടിനെ വിളിക്കാണ്, ബ്രേക്കപ്പ് എന്ന് പറയാണ്, അതുപോലെ തന്നെ ലഡാക്കിലേക്ക് ഇല്ലാന്നും പറയാണ്. ഇതുകൂടെ ആയപ്പോൾ ഋഷിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഇവനെ വലിച്ചിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് മാധവൻ പറയാണ് ജാനകി അച്ഛനെ തടുക്കുന്ന പറയാണ്. ജാനകി ഓടി വരികയാണ്, അച്ഛന്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഋഷി ജാനകിയോട് മാറി നിൽക്കുക പറയുമ്പോൾ ഋഷിയെ പിടിച്ച് ജാനകി ഒരൊറ്റ തള്ളുകളാണ്. ഇപ്പൊ ഋഷി അതുപോലെ തന്നെ ജ്യോതി രണ്ടുപേരും വല്ലാത്ത അമ്പരപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ ജ്യോതി ഇവനെ നോക്കിയിട്ട് നീ എന്താ ചെയ്യുന്നത്? നീ നീ ആ പറ 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 എന്നിങ്ങനെ മാധവൻ പറയുമ്പോൾ ജ്യോതി പറയാണ് ബ്ലാക്ക് മാജിക് അതാണോ?
അത് തന്നെ. നിങ്ങളുടെ മകളുടെ ദേഹത്തേക്ക് നല്ല ഒന്നാം തരം ഒരു സാധനത്തെ ഞാൻ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അവൾക്ക് ഞാനാണ് ദൈവം. ഞാൻ എന്താണോ പറയുന്നത് അത് അവൾ അനുസരിക്കും. പിന്നെ മാധവൻ പറയുന്നു, എടി മോളെ നീ ഒന്ന് എണീക്കും മോളെ, എന്നിട്ടൊന്ന് ഇരിക്കും മോളെ, എണീക്കും മോളെ, ഇരിക്കും മോളെ. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകി അത് ചെയ്യുകയും ചെയ്യാണ്. ഇനി ചെറിയ കുട്ടികൾ കരയില്ലേ, അതുപോലെ ഉറക്കനെ കരയെന്ന് പറയണം. അതുപോലെ ജാനകി കരയുന്നുണ്ട്. ഈ സമയത്ത് ഋഷിയും ജ്യോതിയെ നോക്കിയിട്ട് ഇയാൾ പറയാണ്, നിങ്ങളുടെ സയൻസ് ഉണ്ടല്ലോ, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ബലികൾ, ഇതിന്റെയൊക്കെ ആ ഒരു കാര്യങ്ങൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ലാന്നേ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജാനകി വീണ്ടും കരഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. അവളോട് പറയണം, മോളെ ഇതൊന്നും പോരെ, കുറച്ചുകൂടെ ശക്തമായിട്ട് ഉറക്കാനെ കരയെന്ന് പറയണം. അവള് പിന്നെയും കാര്യാണ്. ഇത് കേട്ടപ്പോ ഈ മാധവൻ പറയണം, മതി 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 മോളൊരു കാര്യം ചെയ്യ്, നേരെ പോയിട്ട് ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടിയിലേക്ക് പോയിട്ടിരിക്കുക, വെള്ളത്തിന്റെ അടിയിലേക്ക് ഇരിക്കണേ, ഞാൻ പറയുന്നത് വരെ വരാൻ പാടില്ല. ഇപ്പൊ അവള് നേരെ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഋഷിയും ജ്യോതിയും ചെന്നിട്ട് പിടിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഈ മാധവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയും. ഇപ്പൊ മാധവൻ പറയാണ്, ആഹാ ഇപ്പോഴാണ് നിങ്ങൾ പോയിന്റിലേക്ക് വന്നത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ ഫോണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നു പറയണം. എല്ലാം അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇതേ സമയത്ത് ജാനകിയോട് മാധവൻ പറയാണ്, മോളെ അത് മുഴുവൻ അങ്ങോട്ട് തല്ലി പൊളിച്ചെന്ന് പറയണം. പറഞ്ഞതുപോലെ തന്നെ അവള് ചെയ്യാണ്. എന്നാൽ ജ്യോതിയുടെ ആ ഒരു ഫോൺ ഇപ്പോഴും അടുക്കളയിലെ അരിപ്പെട്ടിയിലാണ് കേട്ടോ. ഇതിനുശേഷം ഈ മാധവൻ ജാനകിയോട് ഫോണ്, നെറ്റ് ഇതെല്ലാം അടിച്ചു പൊട്ടിക്കാൻ പറയണം. പിന്നെ ഇവരോടൊരു കാര്യം വാൺ ചെയ്യുന്നുണ്ട്, പുറത്താരുമായിട്ട് നിങ്ങൾ സംസാരിക്കാനോ സഹായത്തിനായിട്ടോ നിൽക്കാൻ പാടില്ല. നിന്നാൽ എന്താ സംഭവിക്കാന്ന് ഞാനൊരു ചെറിയ ഡെമോ ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങളുടെ മകൾക്ക് ഈ ചായപ്പൊടി തീരെ ഇഷ്ടമല്ലല്ലോ, ചായയുടെ മണം തീരെ ഇഷ്ടമല്ലല്ലോ. രാവിലെ ആ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അവള് പറയുന്നത് ഞാൻ കേട്ടു. ഒരു കാര്യം ചെയ്യ് ജാനകി, നീ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ആ ഒരു ചായപ്പൊടി എടുത്തിട്ട് വാ. അവള് നേരെ അത് എടുത്തിട്ട് വരികയാണ്. എന്നിട്ട് അത് പച്ചക്കിരുന്ന് തിന്നാൻ വേണ്ടി പറയാണ്. അതിന്റെ മണം തന്നെ അവൾക്ക് ഇഷ്ടമല്ല. ആ പൊടിയാണ് അവളിപ്പോ വായിലേക്ക് വാരി വാരി വലിച്ചെന്ന് തിന്നുന്നത്. ഇപ്പൊ ഋഷി വന്നിട്ട് അത് തടുക്കുകയാണ്. അവളൊന്നും നോക്കിയില്ല, ഋഷിയുടെ മുഖത്ത് നോക്കി ഒരേറ്റ അടി അടിക്കുകയാണ്. ഋഷി ശരിക്കും അങ്ങോട്ട് ഷോക്കായി പോയി. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ജാനകി അച്ഛനെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ സോറി ചോദിക്കുകയാണ്. അതുപോലെ ജ്യോതിയും ശരിക്കും ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം ഈ മാധവൻ അവന്റെ കാല് തടവാൻ വേണ്ടിയിട്ട് ഈ ജാനകിയോട് പറയാണ്. ജാനകി അതുപോലെ തന്നെ വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ജ്യോതി ഉണ്ടല്ലോ, കൈ കൂപ്പിക്കൊണ്ട് തന്നെ ഇയാളോട് പറയാണ്, ദയവ് ചെയ്തിട്ട് ഞങ്ങളുടെ മകളെ വെറുതെ വിട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് പ്ലീസ് നിങ്ങൾ ചോദിച്ചോ, ഞങ്ങൾ തരാന്നൊക്കെ പറയുമ്പോൾ മാധവൻ പറയാണ്, ദാനം ചെയ്യണം, നിങ്ങളുടെ മകളെ എനിക്ക് ദാനം ചെയ്യണം, അതും പൂർണ്ണ സമ്മതത്തോടു കൂടി. ഇതേ സമയത്തിന് നമ്മുടെ ജാനകി ഇതെല്ലാം കേട്ടിങ്ങനെ കരയാണ് കേട്ടോ. അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവളെ നോക്കിയിട്ട് ഇപ്പോ ഈ മാധവൻ പറയാണ്, കരയിലടി ചിരിക്കടി, ചിരിക്കാനല്ലേ എന്ന് പറഞ്ഞ് അവളും ഇങ്ങനെ ചിരിക്കാൻ ഒരു വ്യത്യസ്തമായ ചിരി കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഈ മാധവൻ വീണ്ടും പറയാണ്, അതായത് നിങ്ങളുടെ മനസ്സുകൊണ്ട് സ്വയം ഇഷ്ടപ്രകാരം ഇവളെ എനിക്ക് നിങ്ങൾ ദാനം ചെയ്യണം എന്ന് പറയുമ്പോൾ ഋഷി പറ്റില്ല എന്ന് തന്നെ പറയാണ്. എന്നാൽ മാധവൻ പറയാണ്, നടക്കും, നിങ്ങൾ തന്നെ സമ്മതിക്കും, പക്ഷെ കുറച്ച് സമയം എടുക്കും, സമയം കഴിയുമ്പോൾ നിങ്ങൾ സമ്മതിച്ചോളൂ എന്ന് പറയണം. പിന്നീട് ഈ മാധവൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഞാനൊരു സാഡിസ്റ്റാണ്. ബാക്കിയുള്ളവരുടെ ആ ഒരു ദുഃഖം, വിഷമം, അതുപോലെ തന്നെ അവരുടെ ആ ഒരു രക്തം, ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതെല്ലാം പറയുന്നതിന്റെ ഇടയിൽ നമ്മുടെ ജാനകി കാലിങ്ങനെ അമർത്തുമ്പോൾ ഒരിച്ചിരി ഹാർഡായി പോയി. എന്തെന്നാടി ഇറുക്കി അമർത്തുന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്തേക്ക് ഒരേറ്റ ചവിട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഋഷിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഓടി വന്ന് ഇവന്റെ കഴുത്തിന് ഇറുക്കി അങ്ങോട്ട് പിടിക്കുകയാണ്. ഇതേ സമയത്ത് മുകളിലുണ്ടായിരുന്ന നമ്മുടെ അപ്പു താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ മാധവൻ പറയാണ്, ജാനകി ഈ ചെയ്യുന്നതിന് പണിഷ്മെന്റ് ആയിട്ട് അവന്റെ തല പൊട്ടിക്കുന്നു പറയാണ്. ഇപ്പൊ ജാനകി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പുവിന്റെ തല പിടിച്ച് അവിടുത്തെ ആ ഒരു സ്റ്റെയർ കേസിലേക്ക് ഒരൊറ്റ ഇടി അങ്ങോട്ട് കൊടുക്കുകയാണ്. തല പൊട്ടി ചോര വന്നു, അവന്റെ ബോധം വരെ പോയി. ഈ സമയത്താണ് ഇവരുടെ വീടിന്റെ ആ ഒരു കോണിംഗ് ബെൽ അടിക്കുന്നത്. നോക്കുമ്പോ എന്താ, 2 പോലീസുകാരാണ്. കുറെ നേരം അടിച്ചു, എന്നിട്ടും ആരും വാതിൽ ഓർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ ഉള്ളിലേക്ക് വരികയാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ ഈ ഋഷി, ജ്യോതി, അതുപോലെ തന്നെ മാധവൻ ഒന്നും അറിയാത്തതുപോലെ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്തതുപോലെ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്ര ബെല്ലടിച്ചിട്ടും നിങ്ങൾ പുറത്തേക്ക് വരാതെ? ഇതേ സമയത്തിന് ഋഷി പറയണം, അത് പിന്നെ സാറേ TV നല്ല വോളിയത്തിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കേട്ടില്ല. പിന്നീട് ജ്യോതി ചോദിക്കുന്നുണ്ട്, അല്ല സാറേ എന്താ പ്രശ്നം? ഇതേ സമയത്തിന് പോലീസുകാർ പറയാണ്, പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളല്ല പറയേണ്ടത്, നിങ്ങളാ പറയേണ്ടത്. ആരാണ് ഈ ജ്യോതി? അവളുടെ ഫോണിൽ നിന്നും 100ലേക്ക്, അതായത് ഞങ്ങളുടെ നമ്പറിലേക്ക്, പോലീസിലേക്ക് ഒരു മിസ് കോൾ വന്നിട്ടുണ്ട്. പലതവണയായിട്ട് തിരിച്ചു വിളിച്ചെങ്കിലും എടുത്തിട്ടില്ല. അതായത് അടുക്കളയിൽ ജ്യോതിയുടെ ആ ഒരു ഫോൺ ഉണ്ടല്ലോ, എങ്ങനെയൊക്കെയോ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ പോലീസിന്റെ ആ ഒരു നമ്പറിലേക്ക് മിസ് കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടാണ് പോലീസുകാർ ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ ജ്യോതി പറയണ, സാറേ അത് ഞാനല്ല കേട്ടോ, മിക്കവാറും പിള്ളേര് കളിച്ചപ്പോൾ ആയതായിരിക്കും. ഞാൻ എന്തായാലും ആ ഒരു ഫോൺ പോയി നോക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഗ്യാസിന്റെ കുറ്റി ഉണ്ടല്ലോ, അതിന്റെ മുകളിൽ ഈ ഗ്യാസും തുറന്നു വെച്ച ഒരു തീപ്പെട്ടിയും പിടിച്ച് ജാനകി അങ്ങനെ ഇരിക്കുകയാണ്. അതായത് ഇവർ ഇതിങ്ങനെ ചെയ്യുന്നത്, അതായത് ഋഷിയും ജ്യോതി ഈ രീതിയിൽ പോലീസുകാരോട് അഭിനയിക്കുന്നത് ഇതാ ഇങ്ങനെ ഈ രീതിയിൽ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. മാധവൻ പറഞ്ഞ രീതിയിലല്ല ഇവർ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ജാനകി ആ ഒരു തീപ്പെട്ടി വരക്കും, എല്ലാവരും കത്തിപ്പോവും. എന്തായാലും പിന്നീട് ആ ഒരു ഫോണുമായിട്ട് അവൾ പതിയെ പോലീസുകാരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പോലീസിനോട് പറയും, സാറേ അറിയാതെ പറ്റിപ്പോയതാണ്, എന്റെ മോൻ കോൾ ചെയ്തതാണ്. അല്ല മോനിന്റെ അവിടെ ചോദിക്കുമ്പോൾ മോന് കിടന്നുറങ്ങി സാറേ, 8 വയസ്സേ ഉള്ളൂ, വെറുതെ ഈ സമയത്ത് അവന് വിളിക്കണം ചോദിക്കുമ്പോൾ വേണ്ട ഉറങ്ങിക്കോട്ടെ എന്ന് പറയണം. പിന്നെ ഈ പോലീസുകാർ പോകാൻ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം സൂക്ഷിക്കണം, ഇതുപോലെ കുട്ടികൾ ഫോൺ എടുത്ത് പോലീസിലേക്ക് വിളിക്കുമ്പോൾ അതൊരു മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും പിന്നീട് പോലീസുകാർ ഈ ഒരു കോള് കാണുമ്പോൾ അവരത് വിശ്വസിക്കില്ല. അപ്പൊ ഈ ഫോണൊക്കെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ പോലീസുകാർ ഇവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ നന്നായിട്ട് ഗ്യാസിന്റെ സ്മെല്ല് വരികയാണ്. ഈ കാര്യം കോൺസ്റ്റബിളിനോട് പറയുമ്പോൾ അയാൾ പറയുന്നത്, ആ ഉണ്ടല്ലോ സാറേ. ഇപ്പൊ ജ്യോതി പറയുന്നത്, സാറേ അത്
ഞാൻ നേരത്തെ ഗ്യാസ് ഓൺ ആക്കിയിരുന്നു, മറന്നുപോയി. പിന്നെ ആ ഒരു ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ടുണ്ട്, അതിപ്പോ പോയിക്കോളും ആ ഒരു സ്മെല്ല്. ഓക്കെ ശരി സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ പോലീസുകാർ ഇവിടുന്ന് പോവാണ്. അവര് പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോ നമ്മുടെ ജ്യോതി ഇയാളോട് കൈ കൂപ്പിക്കൊണ്ട് മാപ്പ് പറയാണ്. ദയവ് ചെയ്തിട്ട് എന്റെ മകളെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയും. കാരണം അവൾ ഇരിക്കുന്നത് ആ ഒരു ഗ്യാസിന്റെ മുകളിലാണ്. എങ്ങാനൊരു തീപ്പൊരി ഉണ്ടായി അവൾ കത്തിപ്പോവുകയെ. ഇപ്പൊ മാധവൻ അവളെ വിളിക്കാണ്, മോളെ ഇങ്ങോട്ടേക്ക് വാ, നിർത്തിയേക്കെന്ന് പറയാണ്. ഇപ്പൊ നേരെ ജാനകി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാത്രമല്ല ജ്യോതിയുടെ കയ്യിലുണ്ടായിരുന്ന അവളുടെ ആ ഒരു ഫോൺ കൂടെ തല്ലി പൊളിച്ച് കളയാൻ പറയാം. അവസാനം ഗതികെട്ട് ഋഷി മാധവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ വേണ്ടത് ചോദിച്ചോ, പൈസയാണോ, സ്വർണ്ണമാണോ, മറ്റെന്തെങ്കിലും ആണോ? ഇപ്പൊ മാധവൻ വിഷയത്തിലേക്ക് ശരിക്കും അങ്ങ് വരികയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് അല്ലേ, ഉണ്ടെങ്കിൽ അതുള്ളത് മുഴുവൻ ഇങ്ങോട്ടേക്ക് എടുത്തു എന്ന് പറയാണ്. ഋഷി വേഗം പോയിട്ട് മുകളിൽ നിന്നും ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്വർണം, പൈസ, എല്ലാ കാര്യങ്ങളും ഒരു ബാഗിലാക്കിയിട്ട് ഇവന്റെ മുന്നിൽ വെച്ച് കൊടുക്കണം. ആഹാ പ്രശ്നം തീർന്നു, ഇത്രയുള്ള കാര്യം. അങ്ങനെ ആ ഒരു കാശുള്ള ബാഗുമായിട്ട് ഈ മാധവൻ ഇവിടുന്ന് പോകുമ്പോൾ ഇവരിങ്ങനെ വിചാരിക്കണേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടിയത്. എന്തായാലും ഋഷി വേഗം തന്നെ വാതിലെടുക്കാണ്. എന്നാൽ ഈ മാധവൻ പോയി കഴിഞ്ഞിട്ടും ജാനകിയുടെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റമില്ല, ഒരുമാതിരി ഒരു വാത കയറിയതുപോലെ. ഇവരിങ്ങനെ നിൽക്കുമ്പോൾ ഇവരുടെ ആ ഒരു ജനലുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗത്ത് നിന്ന് വല്ലാത്തൊരു വെളിച്ചം, തീയുടെ ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പോയി നോക്കുമ്പോൾ എന്താ ഈ ഋഷി ഈ മാധവന് കൊടുത്ത ആ ഒരു പണത്തിന്റെ ബാഗ് ഉണ്ടല്ലോ അതിനെ അവിടെ ഇട്ട് തീയിട്ട് കത്തിച്ച് കളയാണ് ഈ മാധവൻ. എന്നിട്ട് ഋഷിയെ നോക്കിയിട്ട് പറയാണ്, ഈ കാശും സ്വർണവും കൊണ്ട് എന്നെ വിലക്ക് വാങ്ങാമെന്ന് നീ കരുതിയോ? പറ്റുമായിരിക്കും മനുഷ്യരെ, പക്ഷെ ഞാനൊരു മനുഷ്യനല്ലല്ലോ, ഷെയ്ത്താനാണ്, ഷെയ്ത്താൻ. വനരാജ് അതാണ് എന്റെ പേര്. ഞാൻ ചോദിച്ചതുപോലെ എനിക്ക് നിങ്ങളുടെ മകളെ വേണം, എനിക്ക് വേണ്ടത് അതാണ്, അതെനിക്ക് തന്നിരിക്കണം. 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു രാത്രി ഇന്ന് സംഭവിക്കാൻ പോവാണ്. ആ രാത്രിയിൽ എനിക്ക് നിങ്ങളുടെ മകൾ ആവശ്യമാണ്. അതിനുശേഷം ഞാൻ ആകാൻ പോകുന്നത് കൺട്രോൾ പോലും ചെയ്യാൻ പറ്റാത്ത മറ്റൊരു പുതിയ ശക്തിയായിട്ടായിരിക്കും, ഭൂമിയിലെ തന്നെ ഒരു ദൈവമായിട്ടായിരിക്കും. അവന്റെ ആ ഒരു സംസാരം, ആ ഒരു ഭാവത്ത് തന്നെ ഇപ്പൊ ഋഷിക്കും ജ്യോതിക്കും ഒരു കാര്യം മനസ്സിലായി. ഇവരുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരാള് ഇതൊരു സാധാരണ മനുഷ്യനല്ല, മിക്കവാറും ചിലപ്പോൾ ഒരു ചെകുത്താനായിരിക്കും, ഷെയ്ത്താനായിരിക്കും. ഇവരാകെ പേടിച്ച് വിറച്ചങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ വീണ്ടും ഈ ഒരു മാധവൻ ഇവരുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഈ ജാനകിയെ നോക്കിയിട്ട് പറയാണ്, നിന്റെ അമ്മയുടെ ഫോൺ ഇതുപോലെ അടുക്കളയിൽ ഉണ്ടെന്ന് നിനക്ക് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, സ്വയം മുഖത്തടിക്കുന്നു പറയാണ്. ജാനകി അവളുടെ മുഖത്തടിക്കാൻ തുടങ്ങുകയാണ്. ശക്തി പോരാന്ന് പറയാണ്. ഒന്നുകൂടി ഇറുക്കി അടിക്കാൻ പറയുന്നുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ ഋഷി നേരെ മുകളിലേക്ക് പോവാണ്. കാരണം അവിടെ മകനുണ്ട്, അവന്റെ തല പൊട്ടിയിട്ട് ചോര വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു തുണി വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകിയോട് വീണ്ടും മറ്റൊരു കാര്യം കൂടെ ചെയ്യാൻ വേണ്ടി ഈ ഷെയ്ത്താൻ പറയാണ്, അതായത് വനരാജ് ഒരു പാട്ടിട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട്. ഇതിങ്ങനെ ചെയ്ത് അവസാനം ഈ ജാനകി മടുത്തു തുടങ്ങി. എന്നാണ്ടോ അവൾക്ക് നിർത്താൻ പറ്റുന്നു. മാധവൻ പറഞ്ഞ അത് ചെയ്യാതിരിക്കാൻ അവൾക്ക് പറ്റില്ല. കാരണം അവളുടെ ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു വശീകരണ മന്ത്രം അതാണ്. മിക്കവാറും ആ ഒരു ലഡു കഴിച്ചതിലൂടെ ആയിരിക്കണം. അവളുടെ ആ ഒരു ക്ഷീണം കണ്ട് ജ്യോതി ഒരിച്ചിരി വെള്ളം കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുമ്പോൾ അവൾക്കത് കുടിക്കണമെന്നുണ്ട്. പക്ഷെ അവളത് മറിച്ച് കളയാണ്. ഇതേ സമയത്ത് മാധവൻ പറയാണ്, ഞാൻ പറയും അവൾ വെള്ളം കുടിക്കണോ വേണ്ടയോ എന്ന്, ഞാൻ പറഞ്ഞാൽ മാത്രം അവൾക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അവൾ കുടിക്കണ്ടെന്നേ. ഇപ്പോ ജ്യോതിയോട് നേരെ മുകളിലേക്ക് പോകാൻ വേണ്ടി പറയാണ്. ഇപ്പോ ജ്യോതി മുകളിലേക്ക് വന്ന് ഋഷി ചോദിക്കുകയാണ്, അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ജ്യോതി പറയാണ്, അവൻ ആ ഒരു സോഫയിൽ കിടന്നിറങ്ങുകയാണ്. അതുപോലെ തന്നെ മോൾ എന്താക്കാന്ന് ചോദിച്ചപ്പോൾ അവളൊരു കത്തിയെടുത്ത് അവന് കാവൽ നിൽക്കുകയാണെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഋഷി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവളൊരു കത്തിയുമായിട്ട് ഈ മാധവന് കാവൽ നിൽക്കുകയാണ്. മാധവനല്ല, അവന്റെ ആ ഒരു ശരിക്കുള്ള പേര് ഈ കഥയിൽ വനരാജ് എന്നാണ്. അപ്പൊ വനരാജിന് അവളങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, അവൾ കുറെ നേരം ഇങ്ങനെ നിൽക്കുന്നു. നിന്ന് അവൾക്ക് യൂറിൻ പാസ് ചെയ്യാനൊക്കെ പോകണമെന്നുണ്ട്. അതിനിങ്ങനെ എന്താ പറയാ മുട്ടി നിൽക്കുകയാണ്. എന്നാ ഒരട്ടി മുന്നോട്ടേക്ക് വെക്കാൻ പറ്റില്ല. ഇപ്പൊ ഈ കുട്ടിയുടെ ജാനകിയുടെ അച്ഛൻ നോക്കി നിൽക്കെ അവൾ നിന്ന സ്ഥലത്ത് വെച്ച് തന്നെ യൂറിൻ പാസ് ചെയ്യാൻ കേട്ടോ. ഇത് ഈ ഋഷിക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. സ്വന്തം മകളാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ജാനകിയും അവിടെ നിന്നങ്ങനെ കരയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു കാര്യം ഋഷി ജ്യോതിയോട് പറയുന്നുണ്ട്. ജ്യോതി വേഗം താഴേക്ക് വരികയാണ്. അവളുടെ ആ ഒരു വസ്ത്രമൊക്കെ എനിക്ക് മാറ്റി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഈ വനരാജ് പറയാണ്, അതിനെന്താ ഇവിടെ തന്നെ മാറ്റി കൊടുത്തോന്ന് പറയണം. ഇപ്പൊ ജ്യോതി ആകെ ഞെട്ടിപ്പോയി. ഇതൊരു കുട്ടിയാണ്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആ കുട്ടി തന്നെ ആയിക്കോട്ടെ, അവളുടെ ആ ഒരു ട്രൗസർ മാറ്റി നിങ്ങൾ തന്നെ ഒരു പെയിന്റ് ഇട്ട് കൊടുത്തോന്ന് പറയാണ്. ഇപ്പോ എന്തോ പോലെ ആവുന്നുണ്ട് ജ്യോതിക്ക്. അവളുടെ ആ ഒരു ഷോർട്ട്സ് ഊരി കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു പെയിന്റ് കൊണ്ടുവന്നിട്ട് ഇടാൻ പറയുമ്പോൾ അതുപോലും അവൾ ഇടുന്നില്ല. അത് ഇടണമെങ്കിൽ ഈ ഒരു വനരാജൻ പറയണം, എന്നാലേ ഇടുകയുള്ളൂ. ഒരമ്മയുടെയും അച്ഛന്റെ ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഒരു രാത്രി കൊണ്ട് ശരിക്കും അവർ നരകം കണ്ടെന്ന് പറയാം. ഇനി ഇതേ സമയത്തിന് ഋഷി ഉണ്ടല്ലോ മെയിൻ ഡോറിലൂടെ ഇറങ്ങാതെ അവിടുത്തെ ജനലിലൂടെ മറ്റെങ്ങോട്ടൊക്കെ പതിയെ ഇറങ്ങി ചെല്ലുകയാണ്. ഇതേ സമയത്തിന് ഈ വനരാജ് ഇവൻ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു കാര്യങ്ങൾ കണ്ട് ജ്യോതിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അവളൊരു അമ്മയല്ലേ. ഇപ്പോ ഈ ജാനകിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി അങ്ങോട്ട് പിടിച്ചു വലിക്കുകയാണ്. എന്നിട്ട് വനരാജിന്റെ നേർക്കങ്ങ് ചാടി വീഴുന്നുണ്ട്. അപ്പോഴേക്കും അവൻ ആ ഒരു കത്തി തട്ടി മാറ്റി. എന്നാൽ ജാനകി വിടുന്നില്ല. ഇവന്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുകയാണ്. ഇവന് വലിച്ചിട്ട് താഴേക്കിടുകയാണ്. പെണ്ണാണെങ്കിലും ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ജ്യോതി അവളുടെ ആ ഒരു കരുത്ത് കാണിക്കുകയാണ് കേട്ടോ. എന്നാൽ അവളെ ഇപ്പൊ തട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട് ഈ വനരാജ്. ഇതേ സമയത്തിന് ഇവരുടെ കയ്യിൽ നിന്നും പോയി ആ ഒരു കത്തി എടുക്കാനായിട്ട് ജാനകി ചെല്ലുകയാണ്. പിന്നീട് ആ ഒരു കത്തി എടുത്തുകൊണ്ട് സ്വന്തം അമ്മയെ ജ്യോതിയെ തന്നെ അവൾ കുത്താൻ നോക്കുമ്പോൾ പിറകിലൂടെ വന്ന നമ്മുടെ ഋഷി ഉണ്ടല്ലോ അവളെ പിടിച്ചു വെക്കുകയാണ്. അതുപോലെ തന്നെ ഈ ജ്യോതിയുടെ തലക്കിട്ട് വനരാജ് ഒറ്റ അടിയടിക്കുകയാണ്. അവൾ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാനകി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം അച്ഛന്റെ ഋഷിയുടെ കാലിലേക്ക് തന്നെ കുത്തി കയറ്റുകയാണ്. എന്ന് എങ്ങനെയൊക്കെയോ ഇതിനൊക്കെ മാനേജ് ചെയ്തിട്ട് ജാനകിയുടെ ആ ഒരു 2 കൈയും ഉണ്ടല്ലോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റെയർ കേസിലേക്ക് കെട്ടി വെക്കുകയാണ്. അതായത് അവൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇതിനുശേഷം ഒരു പലക എടുത്തുകൊണ്ട് ഈ ഒരു മാധവനെ അതായത് വനരാജനെ അടിച്ചിട്ടുകയാണ്. മാത്രമല്ല ഇവന്റെ കഴുത്തിൽ ആ ഒരു
ഒരു പലക വെച്ച് ഞെക്കി അമർത്തി കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ ഇയാൾ കിടന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ വനരാജ് ഒരു കാര്യം പറയുന്നുണ്ട്, ജാനകി മോളെ ഉറക്കാനെ ചിരിക്കാൻ തുടങ്ങുന്നത്. ഇപ്പൊ ജാനകി ചിരിക്കാൻ തുടങ്ങുകയാണ്. രണ്ട് കൈയും അനക്കാൻ പറ്റില്ലെങ്കിലും അവളങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു ചിരി ഇപ്പോ ഋഷിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്തെങ്ങാനും വനരാജിനെ കൊന്നു കഴിഞ്ഞാൽ ഇവരുടെ മകള് ഈ രീതിയിൽ ചിരിച്ച് 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 അവസാനം ഇങ്ങനെ മരണപ്പെട്ടു പോകും. ഇപ്പൊ അടികൊണ്ട് ബോധം കെട്ട് കിടക്കുന്ന ജ്യോതിയും കണ്ണു തുറക്കാണ്. അവൾക്കും ആ ഒരു ചിരി സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. രണ്ടുപേരും ചെവി പൊത്തി നിൽക്കാണ്. ഈ ജാനകിയുടെ ആ ഒരു ചിരി ഇവൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു വനരാജ് പറയണം, മോളെ മോളെ മതി മതി, പഴയതുപോലെ തന്നെ ആയിക്കോ. ഈ ഒരു ഡയലോഗ് ഒന്ന് ഓർത്തു വെച്ചോ, മോളെ മോളെ മതി മതി, പഴയതുപോലെ തന്നെ ആയിക്കോ, നോർമൽ ആയിക്കോ എന്നുള്ളത് മറക്കരുത്. ഈ ഡയലോഗ് നിങ്ങൾ ഓർത്തു വെച്ചേ മതിയാകൂ. കഥയുടെ അവസാനം ഇതൊരു ട്വിസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ആ ഒരു ചിരി നിർത്തുകയാണ്. അതുപോലെ തന്നെ ജ്യോതി നോക്കിയിട്ട് പറയണം, നീ ഗംഭീര ഫൈറ്റ് ആയിരുന്നല്ലോ, നീ വല്ല കരാട്ടയും പഠിച്ചിരുന്നോ? ഓ നല്ല വേദന, ചെല്ലക്കെട്ട് പൊട്ടിച്ച ഒരു പൊട്ടിക്കല്, ഓ നല്ല വേദന ഉണ്ട് കേട്ടാ. നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പണിഷ്മെന്റ് വേണ്ടേ? ഇപ്പോ ഈ വനരാജ് നിന്നിട്ട് ജാനകിയുടെ ഒരു കെട്ട് അഴിച്ചു കൊടുക്കാണ്, കത്തി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഇളയ മകനുണ്ടല്ലോ അപ്പോ, അവനെ പോട്ടി വിളങ്ങ് കൊന്നു കളയട്ടെ. ഇത് കേട്ട പാട് ജാനകി കത്തി എടുത്തുകൊണ്ട് മുകളിലേക്ക് ഒരു ഏറ്റവും ഓട്ടം ഓടുകയാണ്. പിന്നാലെ തന്നെ ഇപ്പൊ ഈ ജ്യോതിയും ഋഷി ഓടി ചെല്ലുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ അപ്പു ആ ഒരു വാതിൽ അടച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ ഋഷിയും ജ്യോതിയും കൂടിയിട്ട് ജാനകിയെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റോർ റൂമിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ജ്യോതി ഒരുപാട് തവണ അവളുടെ മുഖത്തിട്ട് അടിക്കുകയാണ്. ഇപ്പോഴാണ് അവൾക്കൊരു ബോധം വരുന്നത്, അമ്മ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്തിനെന്നെ ഇങ്ങനെ അടിക്കുന്നേ, എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അമ്മ, ഇതൊരു നരകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അമ്മ. ഇതൊക്കെ പറയുമ്പോൾ ഇവർ മൂന്ന് പേരും അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങാൻ കാരണം ഈ സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മുടെ ഈ ജാനകിയുടെ മുഖമൊക്കെ മാറുകയാണ്. അമ്മ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ഞാനത് ചെയ്യും അമ്മ എന്ന് പറഞ്ഞിട്ട് അവള് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതായത് ജാനകി മിക്കവാറും ഈ ഒരു വനരാജനെ കൊല്ലാൻ പോകാൻ തോന്നുന്നു. ഇപ്പൊ ഈ ഋഷിക്കും ജ്യോതിക്കും ഒന്നും തിരിയുന്നില്ല ഇവളെന്തേ ചെയ്യാൻ പോകുന്നതെന്ന്. അവർ ആ ഒരു ഷോക്കിലിരിക്കുമ്പോൾ ഈ സ്റ്റോർ റൂമിന്റെ പുറത്തേക്ക് വന്ന ഈ ജാനകി ഉണ്ടല്ലോ, ഇവരെ നോക്കിയിട്ട് ഒരു ചിരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നു, ഞാൻ പോയിട്ട് അവനെ കൊന്നിട്ട് വരാന്ന് പറഞ്ഞിട്ട് സ്റ്റോർ റൂമിന്റെ വാതിൽ അവൾ ഒറ്റയടിക്കാൻ ലോക്ക് ചെയ്യാണ്. ഇപ്പൊ വാതിൽ ഋഷിയും ജ്യോതിയും കൂടെ തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. ഈ കത്തിയുമായിട്ട് എന്തായാലും ജാനകി നേരെ മുകളിലേക്ക് ചെല്ലുകയാണ് അപ്പുവിന്റെ റൂമിലേക്ക്. എന്നാൽ അപ്പു ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. അവൾ ആ ഒരു റൂമും അടുക്കളയും എല്ലാ സ്ഥലവും അരിച്ചു വെറുക്കുകയാണ്. എന്നാൽ അപ്പു നേരെ മുകളിൽ പോയി വിളിച്ചിരുന്ന് ആ ഒരു സ്റ്റെയർ കേസിന്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഈ ജാനകിക്ക് മനസ്സിലായി. ജാനകി ഒരു ചുറ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു വാതിൽ അടിച്ചു പൊളിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ അപ്പു ആണെങ്കിൽ ഉറക്കനെ നിലവിളിക്കുകയാണ്, അപ്പാ അമ്മ രക്ഷപ്പെടുത്ത്, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇതേ നേരം എങ്ങനെയൊക്കെയോ നമ്മുടെ ഋഷി ആ ഒരു വാതിൽ തല്ലി പൊളിക്കുകയാണ്. അവൻ പുറത്തേക്ക് വന്നു. ഇതേ സമയത്ത് തന്നെ ഈ ജാനകി മുകളിലത്തെ ആ ഒരു സ്റ്റെയർ കേസിന്റെ വാതിൽ തല്ലി പൊളിച്ചിട്ടുണ്ട്. അവള് നേരെ ഇപ്പൊ അപ്പുവിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ സ്റ്റെയർ കേസിലേക്ക് നേരിട്ട് അങ്ങ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ടാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു കോണി ഉണ്ടായിരുന്നു. ആ കോണി ഉപയോഗിച്ചുകൊണ്ട് ഋഷി പതിയെ പതിയെ മുകളിലേക്ക് കയറാൻ നോക്കുകയാണ്. സംഭവം എന്താ വെച്ചാൽ ഇവന്റെ കാലിന് ഓൾറെഡി കത്തി വെച്ച് ജാനകി കുത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വേഗം കയറാൻ കഴിയുന്നില്ല. ഒരുവിധം വേച്ച് അങ്ങനെ കയറിയിട്ട് മുകളിൽ പിടിക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മുടെ ഋഷിയുടെ കയ്യിലേക്ക് ഇട്ട് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. അവന്റെ കൈപ്പത്തിയിലേക്ക് ആ ഒരു കത്തി തുളച്ചു കയറി. അതുപോലെ തന്നെ ഋഷി താഴേക്ക് വീണു. പിന്നീട് ആ ഒരു ഏണിയെ അവൾ തള്ളി മാറ്റിയിടുകയാണ്. ഇപ്പൊ പെട്ടെന്ന് തന്നെ താഴേക്ക് പോകാനായിട്ട് നമ്മുടെ ഋഷി താഴേക്ക് ഓടി വരുന്നുണ്ട്. ഇപ്പൊ വനരാജനെ നോക്കുമ്പോൾ ഇയാൾ വളരെ കൂളായിട്ട് ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മുകളിൽ നിന്നും അപ്പൊ പറയുന്നുണ്ട്, ചേച്ചി വേണ്ടാ വേണ്ടാന്ന് പറയുന്നുണ്ടെങ്കിലും ജാനകി ഇതൊന്നും നോക്കാതെ അവനെടുത്ത് ഒരേറ്റ ഏറിയാണ്. ഇത് കണ്ട നമ്മുടെ ഋഷി ചാടി ചെന്ന് അവന് പിടിക്കാൻ നോക്കിയെങ്കിലും വൈകിപ്പോയി കേട്ടോ. താഴെ വീഴുകയാണ്. അവനൊരു അനക്കവും ഇല്ല. ഇപ്പൊ ജ്യോതിയും വന്ന് നോക്കുകയാണ്. ജ്യോതി വന്ന് നോക്കുമ്പോഴും അവനൊരു അനക്കവും ഇല്ല. ചെറുതായിട്ട് മഴ അങ്ങനെ പെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാനകി താഴേക്ക് വരുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ മാധവനും, അതായത് ഈ വനരാജ്. ഇപ്പൊ വനരാജ് ഋഷിയും ജ്യോതിയും നോക്കിയിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, കാരണം അവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയും. അപ്പോ ഞാൻ പറഞ്ഞത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ അവസാനം ഗതി കെട്ട് ഒരു കുട്ടിയെങ്കിലും രക്ഷപ്പെടുത്താലോ എന്ന് കരുതിയിട്ട് ഋഷി ഇതിന് സമ്മതിക്കുകയാണ്. ഇപ്പൊ വനരാജ് പറയാണ്, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. ലോർഡ് വനരാജിന് വേണ്ടി നിങ്ങളുടെ മകളെ ദാനം ചെയ്യുകയാണ്, അതും പൂർണ്ണ മനസ്സോട് കൂടിയിട്ട്. ഋഷിയും ജ്യോതിയും അത് അതുപോലെ പറയാണ്. ഇതിനുശേഷം വനരാജൻ ഈ ജാനകിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് നടന്നകലെയാണ്. ഇതേ സമയത്ത് തന്നെ കാറിന്റെ ഉള്ളിൽ നമ്മുടെ അപ്പുണ്ട്. അപ്പുവിന് പാതി ബോധമാണ്. അപ്പൊ അവൻ പറയുന്നുണ്ട്, ചേച്ചി എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വച്ചാന്ന്. എന്തായാലും ആ ഒരു കാറുമായിട്ട് ഇവിടുന്ന് പോകുന്നത് ജ്യോതിയാണ് കേട്ടോ. എന്നാൽ ഋഷി ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവന്റെ കയ്യിൽ ആ ഒരു മുറിവും കാര്യങ്ങളൊക്കെ അവൻ കെട്ടുന്നുണ്ട്. പക്ഷെ ആ ഒരു കത്തി ഊരിക്കളയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. എന്തായാലും പിന്നീട് വീട്ടിലുണ്ടായിരുന്ന ഒരു സൈക്കിളുമായിട്ട് മറ്റെങ്ങോട്ടോ പോവാണ്. ഇതേ സമയത്തിന് വനരാജനെ കാണിക്കുകയാണെങ്കിൽ ആ കാട്ടിലേക്ക് ഈ ജാനകിയുമായിട്ട് അവൻ അങ്ങനെ പോകുന്നുണ്ട്. ഇതേ സമയത്തിന് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ഈ രാത്രിയിൽ ഒരു പെൺകുട്ടി അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവൾ അങ്ങനെ ചെയ്യാണ്. എന്തായിരിക്കും ഇതിന്റെ കാരണം? വനരാജന്റെ ആ ഒരു വശീകരണത്തിൽ പെട്ടതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇതിനുശേഷം ഇയാൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇയാളുടെ പിന്നാലെ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ വരികയാണ്. അതുപോലെ തന്നെ കാട്ടിനുള്ളിലെ ഒരു പഴയ വീട്, വലിയ വീടാണ് ഇത് കാണിക്കുകയാണ്. ഇതിന്റെ ഉള്ളിലേക്ക് ഈ വനരാജ് വരുന്നുണ്ട്. എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തയ്യാറല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലോർഡ് വനരാജ് സ്വാതന്ത്ര്യം തരാൻ വേണ്ടി പോവുകയാണ്. അതായത് 1000 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു സംഭവം ഒരു രാത്രി ഇന്ന് സംഭവിക്കാൻ പോവാണ്. ആ രാത്രിയിൽ ചെയ്യേണ്ട എന്തോ ഒരു കർമ്മത്തിന് വേണ്ടിയിട്ടാണ് വനരാജ് ഈ കാര്യങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ ഒരുപാട് കന്യകളായിട്ടുള്ള പെൺകുട്ടികളെ വേണം. ഒരുപാട് പെൺകുട്ടികളെ ഓൾറെഡി അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ സമയത്തിന് ഋഷിയെ നോക്കുകയാണെങ്കിൽ അവന്റെ വീട്ടിലെ ആ ഒരു വേലക്കാരന്റെ വീട്ടിലേക്കാണ് ഇത്ര ധൃതി പിടിച്ചു പോയത്. എന്നിട്ട് അവന്റെ ആ ഒരു ഫോൺ
അവിടെ ഉണ്ടായിരുന്നില്ലേ അതെടുക്കാണ്. ഇതിലെന്ത് പരിപാടി ഋഷി ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് അവരുടെ വീട്ടിൽ വെച്ച് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വനരാജ് അവന്റെ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പാറ്റേൺ ഓൾറെഡി നമ്മുടെ ഋഷി ഒരു വട്ടം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു പാറ്റേൺ ഓർമ്മയുണ്ട്. ആ പാറ്റേൺ വെച്ച് അവൻ ആ ഒരു ഫോൺ തുറക്കുകയാണ്. എന്നിട്ട് ഋഷിയുടെ വേലക്കാരന്റെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഈ വനരാജിന്റെ ഫോണിന്റെ ലൈവ് ലൊക്കേഷൻ അടങ്ങുന്ന ആ ഒരു കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട്. സോ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഋഷി ഇപ്പോൾ വേലക്കാരന്റെ വീട്ടിലേക്ക് വന്നത്. ആ ഒരു പ്ലാൻ എന്താണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ഈ ഒരു ഭാഗം കേട്ടു നോക്കിയാൽ മതി. അപ്പൊ എന്തായാലും ഋഷിക്ക് വേലക്കാരന്റെ ആ ഒരു ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവന്റെ ആ ഒരു, അതായത് വനരാജ് ഇപ്പൊ എവിടെയാണുള്ളത്, ആ ഒരു ലൊക്കേഷൻ ഇതിൽ തിരിയുന്നുണ്ട്. മാത്രമല്ല വേലക്കാരനാണെങ്കിൽ അടിച്ച് ബോധം കെട്ട് മട്ടയാകെടുക്കണം. എന്തായാലും സൈക്കിൾ എടുത്തുകൊണ്ട് ഋഷി നേരെ ആ ഒരു കാട്ടിലേക്ക് പോവാണ്. ഇപ്പൊ ആ ഒരു കാട്ടിൽ ആ ഒരു വലിയ വീട്ടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ വനരാജാണെങ്കിൽ അവന്റെ ആ ഒരു ഗെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. അവന്റെ കണ്ണിൽ എന്തോ ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഊരിക്കളയാണ്. ഒരുപാട് മോതിരങ്ങൾ, വ്യത്യസ്തമായ വസ്ത്രങ്ങൾ. പിന്നീട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലിക്കൊണ്ട് വനരാജ് അങ്ങോട്ടേക്ക് വരികയാണ്. അവന്റെ കൂടെ തന്നെ രണ്ട് ശിഖണ്ഡികളായിട്ടുള്ള, അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ആ രീതിയിലുള്ള രണ്ട് ആൾക്കാരുടെ അവന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ പേടിയാവും. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. എന്തായാലും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവിടെ വലിയൊരു കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിൽ നിറയെ ഒരുപാട് വിറകുകൾ കൊണ്ടുപോയിട്ട് അതൊരു തീക്കുണ്ടമാക്കി മാറ്റുകയാണ്. ഇപ്പൊ അവിടെ വലിയൊരു പാത്രമുണ്ട്. ഈ പാത്രത്തിൽ ഒരുപാട് കറുത്ത പാവകളുണ്ട്, ചുവന്ന ഒരു പാവയുണ്ട്. ഈ കറുത്ത പാവകൾ ഓരോന്നായിട്ട് ഞാൻ ഈ തീയിലേക്ക് എറിയുമ്പോൾ നിങ്ങൾ ഒരടി മുന്നോട്ടേക്ക് വെക്കുക. അവസാനം ചുവന്നത് ഞാൻ തീയിലേക്ക് എറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് ഈ തീയിലേക്ക് ചാടുക, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഈ വനരാജനാണ് ഇത് പറയുന്നത്. പറഞ്ഞിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുകയാണ്. എന്നിട്ട് ഓരോ കറുത്ത പാവകളും തീയിലേക്ക് ഇടുമ്പോൾ ഈ സ്ത്രീകള്, അത് കൂട്ടത്തിൽ നമ്മുടെ ജാനകി ഉണ്ട് കേട്ടോ, ഒരു വല്ലാത്തൊരു എന്താ പറയാ, ഒരു വശ്യഭാവത്തിൽ ഇവരിങ്ങനെ കിടന്ന് ആടുകയാണ്. എന്നിട്ട് ഓരോ അടിയായിട്ട് ഓരോ പാവ എറിയുമ്പോഴും ഇവരിങ്ങനെ ആ ഒരു തീക്കുട്ടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഈ വനത്തിലേക്ക് നമ്മുടെ ഋഷി എത്തിയിട്ടുണ്ട്. എന്നാൽ ഋഷിയെ തടുക്കാനായിട്ട് ആരെങ്കിലും ഈ പൂജയെ തടസ്സപ്പെടുത്താനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ തടുക്കാനായിട്ടാണ് ആ ഒരു ശിഖണ്ഡികളെ കാട്ടിൽ നിർത്തിയിട്ടുള്ളത്. എന്തായാലും അച്ഛന്റെ ആ ഒരു വേദനയുടെ മുന്നിൽ ഇവരുടെ ഈ ഒരു ദൗത്യമൊന്നും ഒന്നും ആയിരിക്കില്ല. ഋഷി നന്നായിട്ട് പോരാടുകയാണ്. ഇവന്മാരെ കാട്ടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഋഷിയുടെ ആ ഒരു ഫോൺ കാണാതാവുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, ആ ഒരു ഫോണിന് വേണ്ടിയിട്ട് ഋഷി വല്ലാതെ വെപ്രാളം പിടിക്കുന്നുണ്ട്. അവസാനം ആ ഒരു ഫോൺ കിട്ടുകയാണ്. എന്തായാലും അവന്റെ കൺമുന്നിൽ തന്നെയാണ് ആ ഒരു പഴയ വീടുള്ളത്. എന്നിട്ടും എന്തിനായിരിക്കും ആ ഒരു ഫോൺ? അതിന്റെ പിന്നിൽ മറ്റൊരു കാരണമുണ്ട്, മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അവസാനം ഋഷി ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, വനരാജ് ഇതുപോലെ 100 കണക്കിന് പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ വനരാജാണെങ്കിൽ ഇപ്പൊ ഋഷിയെ കാണുകയാണ്. അതേസമയം തന്നെ അവന്റെ പിന്നിലൂടെ വന്ന ഒരാള് നമ്മുടെ ഋഷിയുടെ തലക്കിട്ട് ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. അവൻ വീണുപോയി. പിന്നീട് ഇവര് തന്നെ നമ്മുടെ ഋഷിയെ വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് ഈ വനരാജന്റെ കാൽ ചുവട്ടിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഇപ്പൊ ഋഷിയെ നോക്കിയിട്ട് വനരാജൻ പറയുന്നുണ്ട്, നിന്നേക്കാൾ മികച്ചൊരച്ഛനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്തായാലും നിനക്ക് വേണ്ടി ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിന്റെ മകൾ ആ തീക്കുണ്ടത്തിലേക്ക് ചാടുന്നത് നിനക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ചടങ്ങ് കഴിഞ്ഞാൽ ഞാൻ ആകാൻ പോകുന്നത് മറ്റൊരു ദൈവമാണ്, ഈ ഭൂമിയിലെ തന്നെ മറ്റൊരു ദൈവം. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അവസാനത്തെ ആ ഒരു കറുത്ത പാവയെ വരെ ആ ഒരു തീയിലേക്ക് എറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരെണ്ണം മാത്രം ബാക്കിയുള്ളൂ, ആ ചുവന്ന പാവ. ഇതെറിയുന്ന ആ ഒരു സമയത്ത് എല്ലാ പെൺകുട്ടികളും തീയിലേക്ക് ചാടും. അതറിയാൻ നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഋഷിയുടെ നെഞ്ചത്തേക്ക് കാല് വെച്ചിട്ടാണ് ഈ ഒരു വനരാജ് ഈ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുന്നത്. ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന തീക്കുണ്ടത്തിൽ വെച്ച് ഒരു തീക്കഷ്ണം, ഒരു തീക്കൊള്ളി എടുത്തിട്ട് അവൻ ആ ഒരു പാവ എറിയാൻ നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് വനരാജന്റെ കാലിനിട്ട് ആ തീക്കൊള്ളി വെച്ച് ഒരൊറ്റ കുത്തു കൊടുക്കാൻ കേട്ടോ. വേദന കൊണ്ട് വനരാജന്റെ കയ്യിൽ നിന്നും ആ പാവ താഴേക്ക് വീഴാണ്. അതുപോലെ തന്നെ വേദന കൊണ്ട് കാല് പിടിക്കാനായിട്ട് അവൻ കുനിഞ്ഞു നിൽക്കുന്ന ആ ഒരു സമയത്ത് അവന്റെ വായ തുറന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവന്റെ വായിലേക്ക് ഋഷി കൈയിടുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ഓൾറെഡി ഒരു കത്തി ഉണ്ടല്ലോ, എന്തുകൊണ്ട് അത് ഊരിക്കളഞ്ഞില്ല? അതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും വനരാജന്റെ വായിൽ കൈയിട്ട് അവന്റെ നാക്ക് പുറകിലേക്കല്ല പുറത്തേക്ക് വലിച്ചിട്ട് ഒരേറ്റ മുറിക്കലാണ് കേട്ടോ. നിലവിളിച്ചുകൊണ്ട് വനരാജ് ഉരുണ്ട് വീഴുന്നുണ്ട്. ഇനിയിപ്പോ അവിടെയുള്ള ഈ പെൺകുട്ടികളോട് എന്തെങ്കിലും ആജ്ഞാപിക്കാനായിട്ട് അവന്റെ ആ ഒരു നാക്ക് വേണ്ടേ? പക്ഷേ ഈ വനരാജ് ഒരു കാര്യം ഋഷിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഏതെങ്കിലും വിധേന എന്നെ ആക്രമിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും അപ്പോഴും എന്റെ കീഴിലായിരിക്കും, എന്റെ വശത്തിലായിരിക്കും, അവര് നിന്നെ ആക്രമിക്കുന്നു പറയാണ്. അത് ഓൾറെഡി ഇവിടേക്ക് അടിച്ച് കൂട്ടിയിട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ വനരാജ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നിലവിൽ അവനൊന്നും പറയാൻ കഴിയുന്നില്ല. അവന്റെ നാവ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുറിച്ചെടുത്ത ആ ഒരു നാക്കുണ്ടല്ലോ, ഋഷി ആ ഒരു തീയിലേക്ക് തന്നെ ഒരേറ്റ ഏറിയാണ്. പക്ഷേ ഈ വനരാജ് പറഞ്ഞതുപോലെ സ്ത്രീകൾ ഇപ്പോഴും വശത്തിലാണ്. ആ പെൺകുട്ടികൾ ഇപ്പൊ നേരെ ഋഷിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് ഋഷിയെ മർദ്ദിക്കാനും കടിച്ചു കീറാനൊക്കെ തുടങ്ങുകയാണ്. ആ കൂട്ടത്തിൽ ജാനകി ഉണ്ടായിരുന്നു. ഇപ്പോ ഇതിന്റെ നടുവിൽ വെച്ചൊരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം വനരാജിന്റേതായിരുന്നു. ഇതെന്താ സംഭവിച്ചത്? വനരാജിന്റെ ആ ഒരു ശബ്ദം എങ്ങനെയായിരുന്നു? നിങ്ങളിപ്പോ ഫ്രീ ആണ്, നിങ്ങൾക്ക് പഴയതുപോലെ തന്നെ ആകാം. ആ ഒരു ശബ്ദം ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഈ പിള്ളേർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ട് അവരുടെ ആ ഒരു മൈൻഡ് അത് പഴയതുപോലെ ആവുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, നമ്മുടെ ഋഷി അവന്റെ ഫോണിൽ ഈ ഒരു കാര്യം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോ എന്നല്ലേ? അതായത് ഒരു ഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു കാര്യം ഓർത്തു വെക്കണമെന്ന്. അതായത് ഈ ഒരു വനരാജ് ഇങ്ങനെ നമ്മുടെ ജാനകിയോട് ആ ഒരു വീട്ടിൽ വെച്ചൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ പഴയതുപോലെ തന്നെ ആയിക്കോ, ഓക്കെ ആവ്, നമുക്ക് പോയെന്നുള്ള രീതിയിൽ. ആ ഒരു കാര്യം നമ്മുടെ ഋഷി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ, ആളൊരു ഭയങ്കര മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാണ്. ആ ഒരു സമയത്ത് അവൻ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു വോയിസ് അവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവന് വേണ്ട ആ ഒരു ശബ്ദം മാത്രമായിട്ട് എഡിറ്റ് ചെയ്ത് അവന്റെ ഫോണിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഫോൺ മിസ്സായപ്പോൾ
വെപ്രാളം കാണിച്ചത്? എന്തായാലും ഈ ഒരു ശബ്ദം റിപ്പീറ്റ് ആയിട്ട് ഈ പെൺകുട്ടികൾ എല്ലാവരും കേൾപ്പിക്കുമ്പോൾ ആ ഒരു വശ്യത്തിൽ നിന്നും ഇവർ പുറത്തേക്ക് വരികയാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ ജാനകി ഉണ്ടല്ലോ, അവൾക്കും അവളുടെ ആ ഒരു സ്വബോധം തിരിച്ചു കിട്ടുകയാണ്. അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇപ്പോഴാണ് എന്താ പറയാ ഒരു റിയാലിറ്റിയിലേക്ക് വരാൻ കഴിയുന്നത്. ഇവിടെ സീൻ കേട്ട അടുത്ത സീനിൽ ഋഷിയെ കാണിക്കുകയാണ്. ആശുപത്രിയിലാണ്. അവന്റെ അടുത്തേക്ക് ഉയർന്ന റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ ഋഷിയോട് കാര്യങ്ങൾ പറയാണ്. നീ കാരണം രക്ഷപ്പെട്ടത് നിന്റെ മകള് മാത്രമല്ല 108 പെൺകുട്ടികളാണ്. ഇതുപോലെ പല തവണയായിട്ട് മിസ്സിംഗ് കേസ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 57ഓളം കേസുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ആ ഒരു കേസിലെ അഡ്രസ് അനുസരിച്ച് എല്ലാ വീട്ടിലേക്കും എല്ലാ കുട്ടികളെയും എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫാമിലിയൊക്കെ ഹാപ്പിയാണ്. എല്ലാത്തിനും കാരണം നീയാണ് ഋഷി, നിന്റെ ധൈര്യമാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഋഷി ചോദിക്കണം, അല്ല മാഡം ആ ഒരു വനരാജൻ അവൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവന് തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുപിടിക്കും. ഭയങ്കരമായിട്ട് സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാനിപ്പുലേറ്റീവ് ഹിപ്നോട്ടിക് ക്രൈം, ഇതിന്റെ പേരിലാണ് അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പുറമെ വേറെയും കുറെ കൊലപാതകങ്ങൾ, മർഡർ ഇതൊക്കെ ഉണ്ട്. എന്തായാലും ഇതിനുശേഷം നമ്മുടെ ഋഷിയുടെ ഇളയ മകൻ അപ്പുവിനെ കാണിക്കുകയാണ്. തലയിൽ നല്ല പരിക്കുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, റിക്കവർ ആയിട്ട് വരാൻ പറ്റും. ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജാനകിയെ നോക്കുകയാണെങ്കിൽ വലിയ പരിക്കുകളൊന്നും അവൾക്കും ഇല്ല കേട്ടോ, അവളും റിക്കവർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം കഴിഞ്ഞു. കറക്റ്റ് 1 വർഷം കഴിഞ്ഞിട്ട് മറ്റൊരു കാട്ടിൽ കാണിക്കുകയാണ്. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണിക്കുന്നത്. കാട്ടിലൂടെ നടന്നു പോകുന്ന ഒരാൾ, ഇയാളുടെ 2 കാലുകൾ കാണിക്കുകയാണ്. നേരത്തെ നമ്മളെ കാണിച്ചിരുന്നില്ല. അതായത് കഥയുടെ ആരംഭത്തിൽ ഇതാരാണെന്ന് നമ്മളെ കാണിച്ചിരുന്നില്ല, ഇപ്പൊ കാണിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഋഷി തന്നെയാണ്. ഇവൻ വന്നിട്ട് ചത്ത എലിയെ ഒരു കവറിലാക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇത് ഋഷിയല്ല വനരാജായിരിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ അവൻ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും എടുത്ത ഈ ചത്ത എലിയുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബങ്കറിന്റെ ഉള്ളിലേക്ക് ഈ ഋഷി വരികയാണ്. അവിടെ വെച്ച് മറ്റൊരു ട്വിസ്റ്റ് നമ്മളെ കാണിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഇത് ഋഷി തന്നെയാണ്. വനരാജനെ അന്ന് തന്നെ നമ്മുടെ ഋഷി പൂട്ടിയിട്ടുണ്ട്. എവിടെയാന്നല്ലേ, ഈ ബങ്കറിന്റെ ഉള്ളിൽ. അവന് നാക്കില്ല, സംസാരിക്കാനോ മന്ത്രങ്ങൾ ചൊല്ലാനോ ഒന്നും പറ്റില്ല. 2 കൈകളും ചങ്ങലയാൽ കെട്ടിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് അവന് തിന്നാൻ കൊടുത്തത് എന്താന്നോ, ഇതുപോലെ ചത്ത ചീഞ്ഞ എലികളെയാണ്. മാത്രമല്ല നമ്മുടെ ഋഷിയുടെ കയ്യിൽ നല്ലൊരു പഴമുണ്ട് കേട്ടോ. ഇപ്പൊ ഈ പഴത്തിന് നോക്കിയിട്ട് ഈ വനരാജ് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ആ ഒരു പഴം എനിക്ക് തിന്നാതാ, എനിക്ക് ഈ എലികളെ തിന്നാൻ കഴിയുന്നില്ല, ദയവ് ചെയ്തിട്ട് താന്ന് പറയുമ്പോൾ ആ പഴം ഈ വനരാജിന് എടുക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒരുപാട് ചീഞ്ഞ പഴങ്ങൾ പല ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അതായത് വനരാജ് ആ പഴത്തിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കണം, എന്നിട്ട് അവൻ ആ ഒരു ചീഞ്ഞ എലിയെ തിന്നണം. കഴിഞ്ഞ 1 വർഷമായിട്ട് ഈ കാര്യം ചെയ്തുകൊണ്ട് ഇവൻ നരകം കാണുകയാണ്. ഇവനിട്ട് മരിക്കൂല്ല. ഇനി അഥവാ ഇവനെ പോലീസിന്റെ കയ്യിലാ കിട്ടിയതെങ്കിൽ ഈ രീതിയിലുള്ള പണിഷ്മെന്റ് ഒന്നും അവന് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ നിയമം അങ്ങനെയല്ലല്ലോ. പക്ഷെ ഋഷി അവന്റെ ആ ഒരു പ്രതികാരത്തിന് അതിരുകളില്ല. അവൻ ആ ഒരു പ്രതികാരം നന്നായിട്ട് വീട്ടാണ്. കാരണം എത്ര കുഞ്ഞുങ്ങളെ ഇവൻ ഇതുപോലെ കാട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഋഷി പിന്നീട് ആ ഒരു ബങ്കറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ വനരാജ് അതിന്റെ ഉള്ളിൽ കിടന്ന് അലറി വിളിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ചങ്ങലയുടെ ശബ്ദവും കേൾക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.